കേരളം കണ്ട സ്ത്രീ സമരങ്ങളിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമരമായി മാറിയിരിക്കുകയാണ് ആശാപ്രവർത്തകർ. നാളെ ഒരുപക്ഷെ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു സമരം. ആശാപ്രവർത്തകർ പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവർ നേരെ നിലമ്പൂരിലേക്ക് പിണറായിയെ അടിച്ച് നിരപ്പാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോடு തന്നെ LDFനെ താഴെ ഇറക്കണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഒറ്റക്കെട്ടായിട്ട് നിലമ്പൂരിലേക്ക് പോയിരിക്കും. ആശാ വർക്കേഴ്സിൻ്റെ സമരം ശരിക്കും പറഞ്ഞാൽ ഇത് വഷളാക്കിയത് ഗവൺമെൻറ്റാണ് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ പഴിചാരേണ്ട കാര്യം ഇല്ല, അത് തന്നെ പരിഹരിക്കാമായിരുന്നു. കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൽ പങ്കുണ്ട്. കാരണം ഓണററി ഫിക്സ് ചെയ്യുന്നതിനും അവർക്ക് ഫീസ് കൊടുക്കുന്നതിലും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റിന് വലിയ പങ്കുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ആ പങ്ക് അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ മനോഹരമായി ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. നാഗാലാൻഡ് ആയാലും ആന്ധ്ര ആയാലും മഹാരാഷ്ട്ര ആയാലും ഈവൻ തമിഴ്നാടായാൽ പോലും നന്നായി കൈകാര്യം ചെയ്യാമായിരുന്നു. ഇനി വേറെയും ഒരു കാര്യമുണ്ട്, കേരളത്തിൽ കുറച്ചുകൂടി നന്നായി മനോഹരമായി കൈകാര്യം ചെയ്യുമായിരുന്നു. അത് പറയാൻ കാരണം ഈ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കേരളത്തിൽ ശക്തമാണ്. 40% തുക കേരള സർക്കാരിൻ്റെ 40% തുക കൈകാര്യം ചെയ്യുന്നതാരാണ്? ലോക്കൽ ബോഡീസാണ്. അവർക്ക് തനത് ഫണ്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാളിന് ഞാൻ വേറൊരു ഓപ്ഷനായിട്ടാണ് വയ്ക്കുന്നത്. ഒരു മാസം ഇപ്പോൾ 27,000 രൂപയല്ലേ ആശാ വർക്കേഴ്സ് ചോദിക്കുന്നത്. അവർക്ക് 27,000 രൂപ വേണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അത് 10,000 രൂപയായാലും അവരെന്ത് ചെയ്യും? സമരം തീർക്കും. ഇപ്പോൾ 7,000 കിട്ടുന്ന 10,000 ആയാലും തീർക്കും. അതാണ് സമരത്തിൻ്റെ ഒരു തത്വശാസ്ത്രം. അങ്ങനെയാണ്. ചോദിക്കുന്ന എല്ലാം കൊടുക്കുകയില്ല. 10,000 രൂപ എന്ന് പറഞ്ഞാൽ ദിവസം എത്ര രൂപയായി? 3,000 രൂപയാണ് അഡീഷണൽ ബേഡൻ. ദിവസം 100 രൂപയുടെ ബേഡനേ വരുന്നുള്ളൂ. ഈ 3,000 രൂപ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടെ അങ്ങ് ഷെയർ ചെയ്യുക. 1,00,000 രൂപയുടെ ബാധ്യതയാണ് വരുന്നത് മാക്സിമം. ഒരു ഗ്രാമപഞ്ചായത്തിന് 1,00,000 രൂപയുടെ 2,00,000 രൂപയുടെ ബാധ്യത വരുന്നൊരു വിഷയത്തെയാണ് ഈ ഇട്ടിങ്ങനെ വഷളാക്കിയത്. അത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അദ്ദേഹം വേറൊരു തലത്തിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഈഗോയും കോംപ്ലക്സും ഒക്കെ വളരെ വലുതാണ്. പിന്നെ പരിചയമില്ലാത്ത കുറേ ബാച്ചുകളാണ് ഇതിനകത്ത്. വീണ ജോർജിനെ സംബന്ധിച്ചുള്ള പരിചയം എന്താണ്? കപ്പിത്താനാണ്, കപ്പലാണെന്നൊക്കെ പറഞ്ഞ് അവർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വന്ന് അവർക്ക് ആ പരിചയമുണ്ട്. അല്ലാതെ അവർക്ക് ഇത് ഭരിച്ചെന്നും പരിചയമില്ല. NRHമിലിരിക്കുന്ന ഡയറക്ടർക്ക് ഇതിൽ പരിചയമില്ല. ജൂനിയർ IASകാരാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഇത് കൈകാര്യം ചെയ്ത് വഷളാക്കി. അവർ 4-5 ഡിമാൻഡ് വെച്ചു. ഞങ്ങളുടെ കണ്ടീഷൻസ് എല്ലാം എടുത്തു കളഞ്ഞു ഗവൺമെൻറ്. അതിൻ്റെ ക്രെഡിറ്റ് ഗവൺമെൻറ്റിന് കിട്ടിയില്ല. ശമ്പളം കൃത്യമായിട്ട് നേരത്തെ ഉള്ളത് കുടിശ്ശിക കൊടുക്കണം, കുറേ കുടിശ്ശിക കൊടുത്തു, കുറച്ച് കൊടുക്കാൻ ഇനിയുണ്ട്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഗവൺമെൻറ്റിന് കിട്ടിയില്ല. ഈ ചെയ്ത് കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് ഗവൺമെൻറ്റിന് കിട്ടിയില്ല. അത് സമരക്കാർ കൊണ്ടുപോയി. പിന്നെ എന്താ സംഭവിക്കുന്നത്? 2 കാര്യമാണ് അവർ ചോദിക്കുന്നത്. ഒന്ന്, ശമ്പളം വർദ്ധിപ്പിക്കുക. 2, റിട്ടയർമെൻറ്റ് ആനുകൂല്യം കൂട്ടുക. റിട്ടയർമെൻറ്റ് ആനുകൂല്യമൊക്കെ കൂട്ടണത് ഒരു കമ്മിറ്റി വെച്ചാൽ പോരെ? എന്തോ ഒരു ഹരിത എന്ന് പറഞ്ഞ IASൻ്റെ ഒരു കമ്മിറ്റി വെച്ചിട്ടുമുണ്ട്. ഒരു 3,000 രൂപ കൂട്ടി കൊടുത്താൽ തീരാവുന്ന വിഷയമാണ്. പക്ഷേ അതിനെ വഷളാക്കി, ചെറിയൊരു പോയിൻ്റ് ഉണ്ടായിരുന്ന മുറിവിനെ വഷളാക്കി, പുണ്ണാക്കി, വേണ്ട കഷ്ടമാക്കി. സമരം ചെയ്യുന്നവരിപ്പോൾ എന്താ ചെയ്തിരിക്കുകയാണ്? 100 ദിവസം സമരം കഴിഞ്ഞപ്പോൾ അവർ കാസർഗോഡ് നിന്ന് രാപ്പകൽ സമരം എന്ന് പറഞ്ഞ് രാത്രിയും പകലുമൊക്കെ തെരുവിൽ സമരം വന്ന് തെരുവ് നാടകം, ജാഥ, പരിപാടി നല്ല പൊളിറ്റിക്കലായിട്ട് അവരിങ്ങനെ കയറി വരികയാണ്. ഇപ്പോൾ അവസാനം ഒരു തീരുമാനം എടുത്തു. അവർ 12-ാം തീയതി എവിടെ പോകുന്നു? ശരിയാ, അവർ നിലമ്പൂർ പോയി അവരെന്ത് ചെയ്യുന്നു? പണിയാൻ തുടങ്ങി. അവിടെ ചെന്ന് സുരാജിനെതിരെ പണിയാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പൊളിറ്റിക്കലായിട്ട്. പിന്നെ സാമൂഹ്യ നായകന്മാർ, സാംസ്കാരിക നായകർ എല്ലാവരും പറഞ്ഞു. അരുന്ധതി റോയിയെ പോലുള്ള ആളുകൾ, സാറാ ജോസഫിനെ പോലുള്ളവർ, ഒരുപാട് ആളുകൾ പറഞ്ഞൊരു വിഷയമാണ് ഈ വിഷയം. സച്ചിദാനന്ദൻ. അല്ല, സ്വാഭാവികമായിട്ട് CPM പാർട്ടിക്ക് ഒരു അജണ്ടയുണ്ട്. അവർക്ക് സ്ത്രീകളോട് ഒരു പ്രത്യേക പരിഗണന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവരുടെ പൊതുവെ ഒരു കാര്യം വരുമ്പോൾ സ്ത്രീകളെ എപ്പോഴും അടിച്ചമർത്തലൊരിതാണ്. നമുക്ക് തന്നെ അറിയാം, അവരുടെ പാർട്ടിക്കകത്ത് തന്നെ വളർന്നു വരേണ്ടുന്ന എത്രയോ സ്ത്രീജനങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ എത്തുന്നു. ശൈലജ ടീച്ചർ അടുത്ത ഒരു മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അവരുടെ പേര് തന്നെ പറയേണ്ടിയിരിക്കും. അവരെ പോലും അടിച്ചമർത്തുന്ന രീതിയിൽ എത്ര അതെ അങ്ങനെ ഈ ഒരു അടിച്ചമർത്തൽ CPMന് പൊതുവേ ഉണ്ട്. അത്തരത്തിൽ ആശാപ്രവർത്തകരെ ഒന്ന് ഞോണ്ടിയതാണ്. പക്ഷെ അവർ കയറി അങ്ങ് പടർന്ന് കേരളം മൊത്തത്തിൽ പടരുകയല്ല ചെയ്തത്. ഇപ്പോൾ നിലമ്പൂർ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാം ഏറ്റവും അധികം സ്ത്രീകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന വലിയൊരു വിഭാഗമാണ് ആശാപ്രവർത്തകർ. കാരണം ഓരോ വീടാന്തരം അവർ ഓരോ വീട്ടിലും അവർക്കറിയാം. ഒരു പക്ഷെ മറ്റാർക്കും അറിയുന്നതിനേക്കാളും ഈ അഡ്രസ് ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പം ഒരു പക്ഷേ നിലമ്പൂരിൽ ആശാപ്രവർത്തകർക്ക് ഒരു പക്ഷേ ഒരു ഭൂരിഭാഗം വോട്ടും സ്ത്രീകളുടെ അടക്കം തിരിച്ചു പിടിക്കാൻ അവർക്ക് പറ്റും അല്ലേ? തീർച്ചയായിട്ടും അവരുടെ ക്യാമ്പയിൻ വളരെ വലുതാണ്. ഞാനതാ പറഞ്ഞ ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ഡിമാൻഡ് ജെനുവിനാണ്. അതാണ് വിഷയം. അവർ 250 രൂപയ്ക്ക് ഇവിടെ ജീവിക്കുന്നതിന് പ്രയാസമാണ്. ചിന്തിച്ചു നോക്ക് സാർ, എൻ്റെ വീട്ടിൽ ചില സമയത്തൊക്കെ നമ്മളൊക്കെ ഒന്ന് ഉറങ്ങി കിടക്കുന്ന സമയത്തായിരിക്കും അതെ ഇവിടെ ആരെങ്കിലും ഗർഭിണികളുണ്ടോ, ഇനി ഗർഭിണിയാണെങ്കിൽ ചോദിക്കും മരുന്ന് കഴിച്ചോ, വാക്സിൻ എടുത്തോ, കുഞ്ഞിന് വാക്സിൻ കൊടുത്തോ, നിങ്ങൾ മുലയൂട്ടൽ നടത്തുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് നമുക്ക് അരോചകമായിട്ട് ഇതെന്തോന്ന് ഈ ഉച്ച സമയത്തൊക്കെ കയറി വരുന്നത്. അവരെ എത്ര ആട്ടിപ്പായിച്ചാലും അവരോട് നമ്മളൊരു മുഷിച്ചിൽ കാണിച്ചാലും അവരുടെ ജോലി കൃത്യമായിട്ട് ഇനി പകർച്ചവ്യാധികൾ മഴ സമയമാവട്ടെ ഏറ്റവും നന്നായിട്ടേ നമ്മുടെ കോവിഡ് ഒരു പരിധി വരെ അവരാണ് തടഞ്ഞു നിർത്തിയത്. മാത്രമല്ല ഈ മഴക്കാലമാവട്ടെ ചിക്കൻ ഗുനിയ ഇങ്ങനെ പോലുള്ള പല രോഗങ്ങൾ, കൊതുകുകൾ പകർത്തുന്ന രോഗങ്ങൾ ഓരോ വീട്ടിൽ നമ്മളില്ലെങ്കിൽ തന്നെ നമ്മൾ വരുമ്പം കാണാൻ ചെടിച്ചട്ടികളും മറ്റൊക്കെ മറിച്ചിട്ടേക്കുന്നതാണ്. അതായത് ഈ 8 മണിക്കൂറല്ല, ഒരു പക്ഷെ നമ്മളൊരു സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നതിന്റെ ഇരട്ടി സന്ധ്യാസമയത്തൊക്കെ കയറി വരുവർ. അപ്പൊ അത്രയ്ക്ക് ഇവര് നിൽക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഈ വിഭാഗത്തെ ഇത്തരത്തിൽ അവഗണിച്ച് സംസ്ഥാന സർക്കാരിന് കൊടുത്ത നല്ലൊരു അടി തന്നെയല്ലേ ഇത്? അല്ല, മാത്രമല്ല നമ്മളിപ്പോ ഒരു 250 രൂപയാണ് അവർക്ക് ഒരു ദിവസം കിട്ടുന്നത്. വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീക്കാണെങ്കിൽ 250 രൂപ, 2 മണിക്കൂർ അല്ല, മാത്രമല്ല ഇനി 250 കൊടുത്താലും കുഴപ്പമില്ല എന്നാ ഞാൻ പറയണം. കാരണം അവർക്ക് ഫുഡ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റും. മാത്രമല്ല അവർ അത്തരത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് വരുന്നത്, കാരണം വീട്ടിൽ വരുന്നതല്ലേ. അപ്പൊ വലിയ മോഡേൺ വസ്ത്രം ധരിച്ച് വരേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു 250 രൂപ ആണെങ്കിൽ പോലും ഞാൻ വേറെ ആംഗിളിൽ പറയുന്നതാണ്. 250 രൂപ കൊടുക്കാൻ പറ്റുന്നുള്ളെങ്കിൽ അതിന് ജോലിക്ക് ആളെ കിട്ടുമെങ്കിലും അവർ വളരെ സാധാരണ ഡ്രസ്സിൽ വരുന്നു, വീട്ടിലെ ഭക്ഷണം കഴിച്ചു പോകും. പക്ഷെ ആ 250 രൂപ ഒരു പ്രൊഫസർക്ക് കൊടുത്താൽ പോരാ. കാരണം അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് വിഷയമാണ്. അവർക്ക് നല്ല സാരി കൊടുക്കണം, ബാഗ് വേണം, ചോറ് എല്ലാ ദിവസവും കൊണ്ടുപോകണം. കൊണ്ടുപോകാതെ പോകാൻ പറ്റും ഒരു ഫുൾ ഡേ പ്രോഗ്രാം. സ്ത്രീകളാണ്, പ്രാഥമിക ആവശ്യങ്ങൾ പോലും അവർക്ക്. പിന്നെ മാത്രമല്ല ഇവരെ ഈ പഞ്ചായത്തുകാർ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്, അത് വളരെ സങ്കടമാണ്. മന്ത്രി വരുന്നു, ഉടൻ തന്നെ അവർ വാട്സപ്പിൽ ഇടും ഇന്ന് മഞ്ഞ സാരി, അപ്പം നാളെ വേറൊരു പാർട്ടിയുടെ മന്ത്രി വരുന്നു, ഉടനെ പച്ച സാരി ഇന്നലെ ഇട്ട്. ഇങ്ങനെ സ്ത്രീകളുടെ ചെലവെന്ന് പറഞ്ഞാൽ, കാരണം ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ. പിന്നെ വാഹനം പിടിക്കണം, പിന്നെ ഈ മലയുള്ള പഞ്ചായത്തുകളെ അവർ യാത്ര ചെയ്യണം, ഓട്ടോ പിടിക്കണം. അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടുന്ന ആ പദവി, ആ സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടുന്ന ഈ ആളുകളെ ഇങ്ങനെ ഈ രൂപ കൊടുത്താൽ പോരല്ലോ. അപ്പോൾ അത് ഇൻസെൻറ്റീവ് എന്നോ ഓണറേറിയം എന്നോ എന്തെങ്കിലും ന്യായം പറഞ്ഞ് അവർക്ക് പണം കൂട്ടി കൊടുക്കണം. അതിന് പകരം അത് SEC ആണ് നടത്തുന്നത്, CIT ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നതിനകത്ത്, അല്ലെങ്കിൽ INTC ഇല്ല, ഒന്നും പറയാൻ ന്യായമില്ല. ഈ ആശാപ്രവർത്തകരുടെ സമരം വന്നപ്പോൾ ഗവൺമെന്റ് പറയുന്നത് സർക്കാർ കടക്കണിയിലാണെന്നാ. പക്ഷെ ഇവരുടെ 4ാം വർഷ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് ആര് പറഞ്ഞു ഞങ്ങൾ കടക്കണിയില്ല, ഞങ്ങൾ ഇത്ര ശതമാനം ഞങ്ങളുടെ ആദായ നികുതി വർദ്ധിപ്പിച്ചു. ബാലഗോപാലൻ ധനമന്ത്രിയുടെ ലേഖനം വന്നു കേരളമതിയിൽ, ഇവിടെ ധനപ്രതിസന്ധി ഇല്ല, ഞങ്ങൾ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ചോദിച്ചോ പറഞ്ഞ അത് പൈസയൊന്നുമില്ല, അതിന് കൊടുക്കാൻ പൈസ ഇല്ല. ഇപ്പുറത്ത് ഞങ്ങൾ നല്ല പൈസ ആയിട്ടിരിക്കുന്നു. ഇത് മറ്റേ നമ്മുടെ നാട്ടിൻപുറത്തെ പഴയ ചില മാടമ്പി മോലാളിമാരുണ്ട്, വെട്ടി നിറച്ച് പൈസ ഉണ്ടായിരിക്കും എന്നാലും കൊടുക്കൂല. പിന്നെ വേറെ ചിലരുണ്ട്, ഒരു പൈസ 5 പൈസയും കാണില്ല എന്നാലും പറയും ഇന്ത്യയിൽ ഒരുപാട് പൈസ കൊണ്ട് കൊടുക്കൂല. ഇതിപ്പോൾ എന്താണ്? ഇവരെ പൈസ ഉണ്ടോ എന്ന് നമുക്കറിയില്ല, ഉണ്ടായിട്ട് കൊടുക്കാത്ത. എന്തായാലും ഒരു ഈഗോ നന്നായി വർക്ക് ചെയ്യുന്നു. അതിന്റെ പണിയാണ് അവിടെ ആശാ വർക്കേഴ്സ് ചെയ്യുന്നത്. ഇനി എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് തദ്ദേശ ഭരണം വരുന്നു, അവിടെയും ഭയങ്കരമായി. പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. ഇവരെന്തിനാണെന്ന് ഒരു സമരം ഇട്ടിങ്ങനെ നീട്ടുന്നത്? അതിന് ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഈ സമര ചരിത്രം പറയുമ്പോഴേ ഇത് സഹന സമരമാണ് അവർ ചെയ്യുന്നത്. അവരവിടെ കല്ലെടുത്തെറിയുന്നില്ല. സാധാരണ ഏത് സമരമായാലും 10 ദിവസം കഴിയുമ്പോൾ അക്രമത്തിലേക്ക് പോകില്ലേ? ഇത് അക്രമ സമരമല്ല. നമുക്കറിയാം CPI ഉദ്യോഗാർത്ഥികളുടെ ഒരു സമരം. പിന്നെ ആ പെൺകുട്ടികളൊക്കെ ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ ഗവൺമെന്റ്? ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അപ്പോൾ പരിഹാരം ഉണ്ടാക്കുന്നില്ല, ചർച്ചയ്ക്ക് വിളിക്കത്തില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷെ അതിനെ ന്യായീകരിക്കുന്ന അവരെന്താണ് മന്ത്രി ഇവിടെ തലേദിവസം രാത്രി വേറെ പരിപാടിക്ക് അവിടെ ക്യൂബ പ്രതിനിധിയായിട്ട് ചായ കുടിക്കാൻ പോണ, ഭക്ഷണം കഴിക്കാൻ പോണ പരിപാടിയുടെ ഇടയിൽ കൂടി ഒരു ലെറ്റർ അയച്ചു, ഞാൻ വരുന്നുണ്ട് കാണാൻ പറ്റുമോ? അത് ആർക്ക്? JP നദ്ദയെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട BJPയുടെ പ്രസിഡന്റും ആരോഗ്യമന്ത്രിയായിട്ടുള്ള ആളിന് കത്തയച്ച്. കത്ത് അവിടെ എത്തിയില്ല, വേറൊരു കത്തയച്ച്, 2 കത്തയച്ച്. എന്തൊക്കെയാണ് പുകയിലുകൾ, എന്തൊക്കെ പുകലുകളായി അവർ കാണിക്കുന്നത്? അനുഭവ പരിചയ കുറവാണ് അവർക്ക്. ഈ സ്തുതിയും പാട്ടും റെക്കോർഡും പരിപാടികളൊക്കെ അവർക്ക് പറ്റും. ഇപ്പം നിലമ്പൂരിൽ നമുക്കറിയാം രാഷ്ട്രീയ കളികളേറെ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. അപ്പോൾ ഒരുപക്ഷെ അവർ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടിലേക്കാണ് അവർ നിൽക്കുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും LDFന് വോട്ട് കൊടുക്കരുത് എന്നുള്ള ഒറ്റ മുദ്രാവാക്യത്തിലാണ് നിൽക്കുന്നത്. സാധാരണ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ വീണ ജോർജിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ പാർട്ടിയും കഴിവ് കുറഞ്ഞവരെ മാറ്റിയിട്ട് ആരെ വയ്ക്കും?
കഴിവുള്ളവർ വയ്ക്കും. അങ്ങനെയല്ലേ ലോകം ചരിത്രം മുഴുവൻ, രാഷ്ട്രീയത്തിലായാലും വീട്ടിലായാലും ഇവിടെ ഈ സ്ഥാപനത്തിലായാലും. പക്ഷെ കഴിവ് തെളിയിച്ച ടീച്ചറെ മാറ്റിയിട്ട് അതെ. കഴിവില്ലാത്ത, ഒരു പക്ഷെ അവരായിരുന്നുവെങ്കിൽ കുറച്ചൊക്കെ പിണറായി തീർച്ചയായിട്ടും ഈ സമരം ഞാൻ അവരൊരു സ്ത്രീപക്ഷ ചലഞ്ച് ചെയ്ത് പറയുന്നു, സ്ത്രീപക്ഷ അവരായിരുന്നെങ്കിൽ ഈ സമരം 10 ദിവസത്തിനപ്പുറം പോകില്ലായിരുന്നു. അതെ അതെ. ഇതിൽ ഒത്തീർപ്പുണ്ടാക്കും, ഒരു വൈകാരികത ഉണ്ടായിരിക്കും. ഇത് ഇവർക്ക് എന്ത് വൈകാരികതയെന്നേ, ഇവരിങ്ങോട്ട് വന്നു ഒരു സോക്കാൾഡ് സംവിധാനത്തിൽ നിന്ന് വരുന്ന സ്ത്രീയല്ലേ, അവർക്ക് എന്ത് വൈകാരികത, എന്ത് ജനപക്ഷം, എന്ത് തൊഴിലാളി പക്ഷം, ഒന്നുമില്ല. അതുകൊണ്ട് ആശാ വർക്കേഴ്സ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.